തൊട്ട് മുമ്പത്തെ അതായത് രാവിലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന അനുമോളിനെ അറ്റാക്ക് ചെയ്ത് അനുമോളിനെ ഒറ്റപ്പെടുത്തി കോർണർ ചെയ്തിട്ടുണ്ടായ ഒരു വലിയ വഴക്കിനെ കുറിച്ച് കഴിഞ്ഞ മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് അനുമോളോട് അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചത്, ആ ഒരു ബാത്റൂമിന്റെ ഒരു വിഷയം വലിയൊരു വിഷയമാണ് അനുമോൾ അഡ്രസ്സ് ചെയ്തത് എന്ന് നമുക്കും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അനുമോൾ ആ പറഞ്ഞതിനെ അവിടെ ആരും തന്നെ സീരിയസ് ആയിട്ട് കാണുകയോ, ഈവൻ ബിന്നി ഉൾപ്പെടെ അത് സീരിയസ് ആയിട്ട് കാണുന്നില്ല. ബിൻസിയൊക്കെ പറയുന്നു അത് തമാശയായിട്ട് എടുക്കുക, അവർക്ക് പറയുന്നത് തമാശയായിട്ട് എടുക്കുക എന്ന് പറയുന്നുണ്ട്. ആദില സംസാരിക്കുമ്പോഴും ഈ പറയുന്ന ആണുങ്ങൾക്കൊപ്പമാണ് ആദിലയും നിന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംസാരം നടന്നു എന്നത് ഇപ്പോൾ സരിക, അപ്പാനി ശരത്ത്, അക്ബർ, റെന ഫാത്തിമ ഇവരെല്ലാവരും കൂടി ഒപ്പം ബിന്നിയും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അനു ആ ഒരു പരിസരത്ത് നിന്ന് ഒരല്പം വിട്ടു നിൽക്കുകയാണ്. അനു അവിടെ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ട്. ഈവൻ അനുവിൻ്റെ കൂടി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ശൈത്യ മാത്രമാണ് ഇപ്പോൾ അനുവിൻ്റെ കൂടിരിക്കുന്നത്. പക്ഷേ ശൈത്യയ്ക്ക് പോലും അനുവിനെ ഇപ്പോൾ കേൾക്കാൻ മടുത്തതുപോലെയാണ് ആ ഫീൽ എന്ന് പറയുന്നത്. അത് കേൾക്കുന്നുണ്ട് എന്ന ഒരു രീതിയിലാണ് അനുവിനെ കേൾക്കാൻ ശൈത്യ പോലും മെനക്കെടുന്നത്. അറിയില്ല ഇനി അനുവിനെ അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അനു സ്വയമേ ഉൾവലിഞ്ഞ് നടക്കുമോ, അനുവിന് ഇതൊക്കെ താങ്ങാൻ സാധിക്കുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും ശരി, അവർ പറഞ്ഞ ന്യായീകരണം ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊന്ന് പറയാം. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആ ഒരു യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ സൈഡിലൊക്കെ വെള്ളം വീഴാൻ സാധ്യതയുണ്ട്, വെള്ളം വീഴാറുണ്ട്. അത് യൂറിനാണ് എന്നുറപ്പിക്കാൻ സാധിക്കില്ല എന്നതൊരു പോയിന്റ്. അങ്ങനെ വെള്ളം വീഴുമ്പോൾ പൊതുവെ ആദ്യമൊക്കെ ബിന്നി ടിഷ്യൂ പേപ്പർ വെച്ചത് തുടയ്ക്കുമായിരുന്നു എന്ന് ബിന്നിയുടെ ഭാഗം പറയുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ അതിങ്ങനെ എടുത്തു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനോ സാധിക്കില്ല. അത് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഇത് കഴിയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് OCD ഉണ്ട്, ഞാൻ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ എല്ലാം വൃത്തിയായിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ, എനിക്ക് കുറച്ച് OCD ഉണ്ട് എന്ന് അപ്പാനി ശരത്ത് പറയുന്നു. അപ്പാനി ശരത്ത് ഇത് പറഞ്ഞിട്ട് തീരുന്ന ഉടനെ തന്നെ ബിന്നി അപ്പാനി ശരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, അനുമോള് വന്നിട്ട് ഇതെല്ലാം കൂടെ കോമൺ ആയിട്ട് പറയുന്നത് എന്തിനാണ്, ആരെയാണോ അവരെ മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ തുടക്കം തന്നെ സരിക പറയുന്നത്, നിങ്ങളെല്ലാവരും അനുമോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് വെച്ചാൽ ഈ അനുമോൾ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്, അനുമോൾ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ വന്നിട്ട് ചുമ്മാ നിങ്ങളുടെ വഴക്കിന് നിൽക്കാൻ പറ്റില്ലല്ലോ, അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അനുമോൾ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടെങ്കിലോ, അനുമോൾ ഇതെല്ലാം തമാശയായിട്ടാണ് എടുക്കുന്നത് എന്ന് സരിക അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ആ ഒരു ടാസ്കിൽ, അതായത് ഏറ്റവും ലാസ്റ്റ് ഈ മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് കൂടി ബിഗ് ബോസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ അനീഷിനെ നമ്മുടെ അനുമോൾ സപ്പോർട്ട് ചെയ്തു. അനുമോൾ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് സരികയായിരുന്നു അനുമോളിൻ്റെ ടീമായിട്ട് വന്നത്. അപ്പോൾ അനുമോള് സരികയെ സപ്പോർട്ട് ചെയ്യാതെ കളിക്ക് അനീഷേട്ടാ എന്ന് പറഞ്ഞത് സരികയ്ക്കും അവിടെയുള്ള ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ഏത് നിമിഷവും വേണമെങ്കിലും നിറം മാറുന്ന ഒരു ഓന്താണ് അനുമോള് എന്ന് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങ് സ്ഥാപിക്കുകയാണ്. അനുമോളുടെ സ്വഭാവം എപ്പം എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കും, പിന്നെ അങ്ങോട്ട് കരയും, ഇപ്പൊ ഈ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും, പിന്നെ ആ സപ്പോർട്ട് കുറയും. ഇങ്ങനെ അവരെല്ലാവരും അനുമോളെ അങ്ങ് സ്ഥാപിച്ചു. അപ്പോൾ അനുമോൾ അങ്ങനെയാണ് എന്ന് അവിടെ എല്ലാവരും ഉറപ്പിച്ചു. അതിനുശേഷം അക്ബർ പറഞ്ഞൊരു വലിയ കാര്യം കൂടി പറയാം. അതായത് ആണുങ്ങളൊക്കെ അവിടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വൃത്തികേടാക്കുന്നു എന്ന് പറഞ്ഞ് അവർ നടക്കുകയാണെങ്കിൽ അക്ബറിനുമുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആണുങ്ങൾക്കുമുണ്ട് ഒരു കുറ്റം പറയാൻ. ആ കുറ്റം വളരെയധികം സീരിയസ് ആണ്. അവിടെ സാനിറ്ററി നാപ്കിൻ, അതായത് പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പീരീഡ് ടൈമിലെ പാഡ്സ് അവിടെ എല്ലാം തറയിൽ വരെ ഇടുന്നുണ്ട്. അവിടെ അതൊന്നും ആരും വൃത്തിക്കല്ല ഇടുന്നത്, ആരും അത് പേപ്പറിൽ ചുരുട്ടിയൊന്നും അല്ല ഇടുന്നത്, അവിടെ അതിൻ്റെ വൃത്തികേടുകൾ കാണുന്നുണ്ട് എന്ന് അക്ബർ പറഞ്ഞു. അക്ബർ അത് പറയുമ്പോൾ ബിന്നി അന്നേരം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിന്നി അതൊരിക്കൽ കണ്ടിട്ടുണ്ട്, ബിന്നി അന്നേരം അക്ബറിന്റെ കൂടെ അത് സഹായിച്ചിട്ടുണ്ട്, അത് പേപ്പറിൽ ചുരുട്ടി മാറ്റിയിടാൻ സഹായിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ബിന്നിയോട് വീണ്ടും അക്ബർ പറയുന്നുണ്ട്, ആ വിഷയം മാത്രമായിരുന്നില്ല, ഡയറക്ട്ലി അത് ആ ഫ്ലോറിൽ കിടന്നിട്ടുണ്ടായിരുന്നു, അത് പൊക്കിപ്പിടിച്ചോണ്ട് വന്നിട്ട് ഇതാരാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, ഇതൊക്കെ ഓരോരുത്തർ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവർക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടീം ഉണ്ടല്ലോ, ആ ടീം അത് ചെയ്യുക
എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് കാണുന്നവർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എന്ന് അക്ബർ വളരെയധികം കൂളായിട്ടാണ് അക്ബർ ആ കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ അവർ അവിടെ ഇരുന്നിട്ട് ഈ ഒരു അനുമോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംസാരം അവിടെ വന്നപ്പോൾ ഉറപ്പായിട്ടും ഈ ബാത്റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇന്നലത്തെ ദിവസം കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ അതും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ബിഗ് ബോസിന്റെ ക്യാമറയിൽ തന്നെ ഈ ലൈവിൽ തന്നെ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഗ്യാസൊക്കെ അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ചായയുടെ കറയും ചായപ്പൊടിയും പഞ്ചസാരയും ബീൻസും വെജിറ്റബിൾസ് കട്ട് ചെയ്തതും എല്ലാം വൃത്തികേടാക്കിയാണ് അവരിടുന്നത്. അതുപോലെ തന്നെ ബാത്റൂമിന്റെ വിഷയമാണ് ഇന്ന് അവർ എല്ലാവരും ഉന്നയിക്കുന്നത്. അത് ആണുങ്ങൾക്കും പങ്കുണ്ട് പെണ്ണുങ്ങൾക്കും പങ്കുണ്ട് എന്ന് വേണം പറയാൻ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അല്ലെങ്കിൽ അവരവരുടെ വൃത്തി അവരവർ നോക്കുന്നില്ല എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിൽ 100% ഉറപ്പാണ്. അതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നതും വഴക്കുണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇതാണ് ഈ അനുമോളുടെ വിഷയത്തിലെ ഒരു കൺക്ലൂഷൻ. ഇനി ഈ വിഷയം അടുത്തൊരിടത്ത് എവിടെയെങ്കിലും പൊന്തി വരുമോ എന്നോ അല്ലെങ്കിൽ ഇനി ലാലേട്ടൻ വന്നിട്ടേ സംസാരിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.